ഇപ്പോൾ ആ മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ സന്ദർശകർ വന്നാൽ വന്യമൃഗശല്യം ഉണ്ടാവും? വന്യമൃഗശല്യം ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. മാത്രമല്ല അതിന് സുരക്ഷ ഒരുക്കി കൊടുത്താൽ അത് തുറക്കാവുന്നതേ ഉള്ളൂ. അത് തുറന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. തുറന്ന് ഫോറസ്റ്റ് അടഞ്ഞു കിടന്നത് 6 മാസത്തിൽ മേലെയായി. 6 മാസം മേലെയായി. ഒരു പ്രധാന ആവശ്യം ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം തുറക്കണം. തീർച്ചയായും തുറക്കണം. അതിനുവേണ്ടി പിന്നെ മൈക്രോ പ്ലാൻ അംഗീകരിച്ചു. നമുക്ക് വേണ്ടി എന്തോ ഇവർ കാത്തു വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ ഇത്? ഈ പഞ്ചായത്തിനെ പൊന്നുപോലെ നോക്കുന്ന പ്രസിഡന്റിലൂടെ ഓക്കെ, സന്തോഷം. അപ്പോൾ ഈ സ്ഥലം ഇതെന്തോ ഒരു സ്വീകരണമുണ്ട് നമുക്ക്. നമസ്കാരം, ഇതെന്താണിത്? ഇത് ചെറിയ സ്റ്റേജും ഒരു പിന്നെ ഓക്സിജന്റെ ഇതിനും സാറ് കൊടുക്കുന്നുണ്ട്. അവരെ റോജി സാറ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല, ഇത് നമ്മൾ റിപ്പോർട്ടർ ടി വി കൊടുക്കുന്നതാണ് ഇവർക്ക് ചാരിറ്റബിൾ ഓട്ടോറിക്ഷയില് കുറച്ച് ദിവസം അപ്പൊ നാളെ ഉദ്ഘാടനം വെക്കാനിരുന്നായിരുന്നു. പക്ഷെ അത് ഇന്ന് നിങ്ങൾ വന്നത് കാരണം ഇന്ന് ഈ പരിപാടിക്ക് അല്ല, ഇത് സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. റോയ് സാർ നേരത്തെ പറഞ്ഞതാണ്. അപ്പൊ ഇവർക്കത് ഇവിടെ നിർബന്ധമാണ്, ഇവിടെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവച്ചതാണ്. സാന്ത്വനം സാറേ, ഞങ്ങൾക്ക് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് ഇല്ല വയനാട്ടിൽ. അപ്പോൾ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് ഇവിടെ വേണം. പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇനിയും ഏറെ ചർച്ച ചെയ്യണം. എൻ്റെ ക്യാമറ അവിടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഈ മെഡിക്കൽ കോളേജ് അടക്കമുള്ള വിഷയങ്ങൾ ഗൗരവമേറിയ ചർച്ച ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്രക്കാർ കൂടുതൽ വരിക, വിനോദസഞ്ചാരികൾ വരിക, മീൻമുട്ടി വെള്ളച്ചാട്ടം അടക്കം വന്യമൃഗശല്യം രൂക്ഷമല്ലെങ്കിൽ സുരക്ഷിതമാക്കി അത് തുറന്നു കൊടുക്കുക. സുരക്ഷിതമായ എല്ലാ ടൂറിസം സ്പോട്ടുകളും ഉടൻ തുറന്നു കൊടുക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഒരു കാര്യം കൂടെ, ഈ സംഭവം 2 സംസ്ഥാനങ്ങൾ സംഗമിക്കുന്ന പ്രദേശം അവിടെ വെച്ചാൽ 2 സംസ്ഥാനങ്ങൾ തൊട്ടടുത്ത നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വളരെയേറെ പ്രധാനമുള്ള പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ തന്നെ 9ാമത്തെ ഏറ്റവും വലിയ ഒരു ഏഷ്യയിലെ മീൻമുട്ടി. ആ മീൻമുട്ടി അടഞ്ഞു കിടക്കുന്നുണ്ട്. തൊട്ടടുത്ത് നീലിമല വ്യൂ പോയിന്റ് അടഞ്ഞു കിടക്കുന്നുണ്ട്. സാറ് വരുന്ന 2 കിലോമീറ്റർ അപ്പുറം സൺറൈസ് വാലി അടഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഇതൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിനേക്കും അതേപോലെ വ്യാപാരി സമൂഹത്തിനും, ഞാനൊക്കെ വ്യാപാരി പ്രതിനിധി എന്ന നിലയ്ക്ക് വ്യാപാരി സമൂഹത്തിനും കർഷകർക്കും എല്ലാ നാടിനും മൊത്തം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഇത് പെടുത്തുന്നു. ടൂറിസം വകുപ്പ് മന്ത്രിയോടും എക്കോ ടൂറിസം ആണെങ്കിൽ എക്കോ ടൂറിസം വകുപ്പ് മന്ത്രി, വനം വകുപ്പ് മന്ത്രിയോടും നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സുരക്ഷിതമല്ല എന്ന പേരിൽ എക്കാലത്തേക്കും അടച്ചിട്ട് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ചുറ്റുപറ്റി ജീവിക്കുന്ന മനുഷ്യർ അനാഥരായി പോകും. മാത്രമല്ല അവിടെ സുരക്ഷിതത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക, എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. സുരക്ഷിതമാക്കി തുറന്നു കൊടുക്കുക എന്നതാണ് ആവശ്യം. അപ്പോൾ നമ്മളുടെ നമുക്ക് യാത്ര തുടർന്നാലോ? വയനാട്ടിലെ എക്കോ ടൂറിസങ്ങൾ പൂട്ടിയിട്ട് 7 മാസമായി. ഇതുവരെ അതിനൊരു മുൻകൈ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമായിട്ടില്ല. അതും കൂടെ തുറന്നാലേ ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്കോ ടൂറിസം സെന്ററുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കേണ്ടതുണ്ട്. ഇതവരുടെ ജനകീയ ആവശ്യമായി മാറിക്കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല തിരക്കുണ്ട്. കുറച്ചു നേരമായിട്ട് ഇവിടെ നിൽക്കുന്നു. എന്താ ഉണ്ണിസാർ ഇവിടുത്തെ ഒരു വികാരം? അയ്യോ, ഭയങ്കര ജനകീയ വികാരം. എനിക്ക് തോന്നുന്നത് ഇതുവരെ വന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നൊരു സ്ഥലമാണ്. മാത്രമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോട്ടുമാണ് സാർ. കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാൽ പിന്നെ തമിഴ്നാടായി. അപ്പോൾ ഇവിടുത്തെ ഈ സൺറൈസ് വാലി, ഈ പറയുന്ന നീലിമല പോയിന്റ്, അതുപോലെ മീൻമുട്ടി വെള്ളച്ചാട്ടം, അപ്പോൾ ഏറ്റവും കൂടുതൽ കാന്തപ്പാറ വെള്ളച്ചാട്ടം, അപ്പോൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഏറ്റവും മനോഹരമായ പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആവശ്യം എന്ന് പറയുന്നത് കൃഷിയെല്ലാം പോയി ഇനിയിപ്പോൾ ടൂറിസം കൂടി ഇല്ലാതാവരുത്. അങ്ങനെ ടൂറിസം കൂടി ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാവരും പട്ടിണിയിലാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ടൂറിസത്തെ എത്രയും പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ ശ്രമിക്കണം, ജനങ്ങൾ ശ്രമിക്കണം, എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് വയനാടിനെ പിന്തുണയ്ക്കണം എന്നൊരു വികാരമാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ലേ, എത്ര ആളുകളാണ് ഈ ചുറ്റുവട്ടത്തുമായിട്ട് നിൽക്കുന്നത്. ആളുകളപ്പുറം ഉള്ളത്, ആളുകളൊക്കെ ദൂരെ ഉള്ളത്. കാരണം ജനങ്ങൾക്കൊക്കെ ഉള്ളത് നിങ്ങളിതിന് മുൻപിട്ട് വന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒരു ഗുണം ഞങ്ങൾക്കൊക്കെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. ഇതിൻ്റെ ഒരു ഗുണം, നിങ്ങൾ ഈ ഇറങ്ങിയതിൻ്റെ ഒരു ഗുണം ഞങ്ങൾക്കൊക്കെ, വ്യാപാരി സമൂഹത്തിന്, കർഷകർക്ക്, എല്ലാവർക്കും ഇതിൻ്റെ ഗുണം ഉണ്ടാവണം. സന്തോഷവാർത്ത കൂടെ പറയാം. നമ്മൾ ഇറങ്ങിയതിനെ തുടർന്ന് കുറേ ചെറുപ്പക്കാർ ഇപ്പോൾ മെസ്സേജ് അയച്ചു. അവർ നാളെ മറ്റന്നാൾ മുതൽ ഇങ്ങോട്ട് യാത്ര ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വലിയ സന്തോഷമുണ്ട്. ധാരാളം ആളുകൾ ഈ കാഴ്ച കണ്ട വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് മാത്രമല്ല, കൊടുങ്ങല്ലൂർ നിന്നൊക്കെ അല്ലേ റാലി പങ്കെടുക്കാൻ ആൾ വന്നിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു ആളുകൾ, ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നു. നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ഈ റാലിക്ക് കഴിഞ്ഞു എന്നുള്ളതിനകത്തൊരു സംശയമില്ല. എന്ത് തോന്നുന്നു? റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചുള്ള അഭിമാന നിമിഷമാണ്. കാരണം എന്താണെന്നറിയോ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മുന്നോട്ട്
കൊണ്ടുവരിക എന്നുള്ളതാണ് റിപ്പോർട്ടർ TV ചെയ്യേണ്ട കാര്യം. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വയനാട്ടിൽ ടൂറിസം ഡെവലപ്മെൻറ്റ് വരിക എന്നുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ. കാരണം കൃഷിയില്ല. ഇപ്പോൾ കൃഷിയുള്ളവർ 60% ഇപ്പോൾ ടൂറിസമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങൾ, അതുകൊണ്ടാണ് ഇത്ര വികാരം, ജനങ്ങളുടെ വികാരം. ഈ വികാരം കൊണ്ട് മനസ്സിലാകുന്നില്ലേ? കാരണം എന്താണ്, അവർക്ക് ടൂറിസം കിട്ടിയേ ജീവിക്കാൻ പറ്റുള്ളൂ. അല്ല അൻ്റെ സാർ നോക്കൂ, ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഇത്രയും മനുഷ്യർ ഒന്നിച്ചു കൂടിയിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ഞാൻ പറയുന്നത് ദുരന്തം ഉണ്ടായതിനു ശേഷം. കാരണം ഞാൻ പറയുന്നത് പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഒരു ഹോം സ്റ്റേ നടത്തുന്നവരെ ഫോൺ റിങ് ചെയ്തിട്ട് 25 ദിവസമായി എന്നാണ് പറയുന്നത്. കാരണം അവർക്ക് വേറെ ജോലിയില്ല, അവർ വീട്ടിൽ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് റിപ്പോർട്ടർ TV ഇങ്ങനെ ഇറങ്ങിയത്. കാരണം നമ്മൾ ഈ വരുന്ന വഴിക്ക് മുഴുവൻ കാണുന്ന ആൾക്കാർ അവരുടെ വികാരം നമ്മൾ മനസ്സിലാക്കണ്ടേ. അവരുടെ വികാരം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സർക്കാരോ ഗവൺമെൻറ്റോ അതിനനുസരിച്ച് സംവിധാനങ്ങൾ മാറുക എന്നുള്ളത് മാത്രമേ ഇനി വയനാട് രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വയനാട് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ബിൽഡിംഗ് പണി എന്ന അർത്ഥത്തിലല്ല. നമ്മളെന്താണ് ഇവിടെയുള്ള സംവിധാനങ്ങൾ വളരുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും നല്ല സംവിധാനം ടൂറിസം കൃഷിയാണ്. ഈ ടൂറിസത്തെ ആദ്യം വളരുക, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ടൂറിസം ഡെവലപ്പ് ചെയ്യും. അത്രേ ആവശ്യമുള്ളൂ. അത് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. മകൾക്കുള്ള ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടി വിഷസ് നമ്മൾ ലൈവിൽ പറഞ്ഞു. ഐറിനെ നമ്മൾ കാണിച്ചു, ഐറിൻ കുട്ടി. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, കർണാടകയിലേക്ക് എനിക്കൊന്ന് എത്ര ദൂരം ഉണ്ട് അങ്ങോട്ട്? മൈസൂരിലേക്ക് 70 കിലോമീറ്റർ. മൈസൂരിലേക്ക് പോകാം. ഇവിടെ കോഴിക്കോടേക്ക് 100 കിലോമീറ്റർ, ഊട്ടിക്ക് 100 കിലോമീറ്റർ. ഒരു ഒത്ത സ്ഥാനമല്ലേ? അതെ വടുവഞ്ചാൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു സെൻ്ററാണ്. എല്ലാത്തിനും ആളുകൾ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്ന് പോകുന്ന ഒരു ഏരിയയാണ്. ഇവിടുന്നാണ് എല്ലാ ഡെസ്റ്റിനേഷനിലെ ആളുകൾ തിരിഞ്ഞു പോകുന്നത്. അങ്ങനെ ഒരു ഡെസ്റ്റിനേഷന് അർഹിക്കുന്ന പരിഗണന കൊടുക്കണമെന്ന് മാത്രവുമല്ല, അവിടേക്ക് ധാരാളം ആളുകൾ എത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട 3 ടൂറിസം ഡെസ്റ്റിനേഷനുകൾ അത് തുറന്നു കൊടുക്കണം. എക്കോ ടൂറിസം അത് അടഞ്ഞു കിടക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മാസമായി കേസുകൾ ഹൈക്കോടതിയിലെ കേസുകാരനാണ് പ്രശ്നിക്കുന്നത്. അപ്പോൾ നമുക്ക് യാത്ര ഇതിൻ്റെ അകത്തെ നമുക്ക് ഹൈക്കോടതിയോട് പറയാം. കാരണം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നതാണ് എപ്പോഴും ഹൈക്കോടതി. ഹൈക്കോടതിയോട് പറയേണ്ടത് ഇവിടുത്തെ പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് ടൂറിസം ഒഴിവാക്കിയിട്ടുള്ളതല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ടൂറിസത്തെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് നോക്കുക എന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും നന്നായി റെസ്പോൺസിബിൾ ടൂറിസം നടത്തുന്ന ജില്ലയാണ് വയനാട്. അപ്പോൾ ഈ സംവിധാനങ്ങളെ മുഴുവൻ അടച്ചിട്ടുകൊണ്ട് ടൂറിസത്തെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വയനാട് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാൽ നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അത് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടിയുള്ളത്, വയനാട് ജില്ല പക്ഷേ കേരളത്തിൽ പോലും ഏറ്റവും മനോഹരമായ മതസൗഹാർദ്ദവും സ്നേഹ സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ച ഒരു പ്രദേശമായിരുന്നു മുണ്ടക്കൈ ചൂരമല. അവരെ സംരക്ഷിക്കപ്പെടാനാണെങ്കിൽ ടൂറിസം വളർന്നേ മാത്രമേ പറ്റുള്ളൂ. വടുവഞ്ചാൽ ഏത് മൂപ്പനാട് വില്ലേജ് ഒരുപക്ഷെ വയനാട്ടിലെ ഏറ്റവും കൂടുതൽ മിസ്റ്റ് ഉള്ള ഒരു പ്രദേശമാണ്. മഞ്ഞുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇത് കൊടുക്കുന്നു. ആരെ കൊടുക്കുന്നത്? സുയിസാർ കൊടുക്കും. ആരെ ഏറ്റുവാങ്ങുന്നത്? ഞങ്ങൾ വയനാട്ടിൽ നിന്ന് സ്വന്തം പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ഷാളാണ്. ഓക്കെ. അപ്പോൾ